കൃഷ്ണൻകുട്ടിയില്ലേ? ഇല്ല, വീട്ടിൽ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അന്നത്തെ ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലുവ പോലില്ലേ? ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഓർഡർ തരാൻ വന്നതാ. പിന്നെന്താ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. വിമൻസ് കോളേജിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ വിവരം അറിയാമല്ലോ. ഞാനാ ഈ വർഷത്തെ ചെയർമാൻ, ഇവർ സെക്രട്ടറി. നമുക്ക് ഏതായാലും ഒരു 10-60 ഫോട്ടോ കൂടി എടുക്കേണ്ടി വരും. 60-ഓ 600 ഫോട്ടോ വേണ്ടി എടുക്കാമല്ലോ. അതിന് അഡ്വാൻസ് തരാൻ വന്നതാ. നല്ല കാര്യം. ചില സമയത്ത് സ്വപ്നം ഒത്തു വരുമെന്ന് പറഞ്ഞാൽ ശരിയാ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഉഗ്ര സ്വപ്നം കണ്ടു. കുറെ അധികം രൂപ അഡ്വാൻസ് കിട്ടുമെന്ന്. അഡ്വാൻസ്. പക്ഷെ ഒരു നിർബന്ധമുണ്ട്. എന്താ അത്? കോളേജിൽ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും കൃഷ്ണൻകുട്ടി അയക്കണം. അതെന്താ അങ്ങനെ? അത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനെടുത്താൽ അലുവ മാതിരി ഇരിക്കും. ഞങ്ങൾക്ക് അലുവ വേണ്ട, ഫോട്ടോ മതി. എന്നാ അഡ്വാൻസ് ഉണ്ടാ? ഇത്ര ഓർഡറുകൾക്ക് ഞാൻ 500 രൂപ കുറഞ്ഞ് അഡ്വാൻസ് വാങ്ങിക്കാറില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 71 തുടങ്ങിയാ ഞാൻ ഈ സ്റ്റുഡിയോ. അന്ന് മുതൽ റസീറ്റ് പിന്നെ തരാം. അവിടെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല, ചേട്ടൻ തന്നെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തോ മനസ്സിലാക്കണ്ടേ? സർക്കിൾ അവസാനം കയറിയ അമ്മായി അച്ഛനാവോ? അവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് അല്പമെങ്കിലും സഹതാപം. ഏതായാലും ചേട്ടൻ കോൾ അടിച്ചില്ലേ? ഇനി കുറെ നാള് കയറി ഇറങ്ങിക്കൂടെ തേരാ പാരാ വിമൻസ് കോളേജില്? ആർക്ക് കിട്ടും ഈ പരമ ഭാഗ്യം? വിമൻസ് കോളേജിലെ പെമ്പിള്ളേരെ എന്തുവാ ചേട്ടാ? എനിക്കും അതാ ബുദ്ധിമുട്ട്. ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ പോയി ഞാൻ ആദ്യമായിട്ടാ ഫോട്ടോ എടുക്കുന്നത്. അതിനെന്തോന്നാ കുഴപ്പം? നാളെ ചേട്ടൻ ഈ കണസാവണസം മുണ്ട് ഷർട്ടും ഒക്കെ ഒന്ന് മാറ്റി ടിപ്പ് ടോപ്പിൽ ഒരു പാന്റ് ഷർട്ടും ഫിറ്റ് ചെയ്യണം. എന്റേലും ഉണ്ട് ഒരു ടിപ്പ് ടോപ്പ് ബനിയൻ. നമ്മൾ രണ്ടുപേരും വിമൻസ് കോളേജിലേക്ക് കയറി ചെല്ലുന്നു. സുരസുന്ദരികളായ വിമൻസ് കോളേജിലെ പെൺകുട്ടികളുടെ ആ തിക്കിലൂടെ തിരക്കിലൂടെ തൊട്ടും തൊടാതെയും ചേട്ടൻ ക്യാമറ ക്ലിക്ക് ചെയ്യും, ഞാൻ ഫ്ലാഷ് മിന്നും. എനിക്കും ചേട്ടനും ചുറ്റും തുളുമ്പുന്ന പെൺകിടാങ്ങളുടെ മഹാസാഗരം. ചേട്ടാ, നമ്മൾ ഇപ്പോഴേ ഇത്രയും വൈകി. ഇന്ന് മാത്രം എന്താ ചേട്ടൻ നിർബന്ധം അമ്പലത്തിൽ പോകണമെന്ന്? അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസം. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തേങ്ങ അടിക്കണം. അത് കഴിഞ്ഞ മനസ്സിന് ഭയങ്കര ധൈര്യം. വാട്ടോ പോ. ഗണേശ, എന്താട്ടോ? അല്ല, എന്താന്ന്? എറിഞ്ഞിട്ടും ആ തേങ്ങ പൊട്ടിയില്ലല്ലോ. കല്ലിലല്ല ചാക്കിൽ തേങ്ങ എറിഞ്ഞാ പിന്നെ ഇനി ചേട്ടനല്ല ജെയിംസ് ബോണ്ട് അറിയാലും പൊട്ടത്തില്ല. എന്നാലും പൊട്ടിയില്ലല്ലോ. വരുന്നില്ലേ? സമയായി. എന്താ താനിതുവരെ പോയില്ലേ? പോവാണ്. ഇവനോടെ പോകുന്നു? ഞാൻ ചേട്ടന്റെ ഫ്ലാഷ്. ചേട്ടന്റെ ഫ്ലാഷോ? എന്താ ഒറ്റക്കെടുക്കാറായില്ലേ? അത് നീ അവിടെ നിൽക്കേ, രാവിലെ ബാങ്കിലൊക്കെ പോകേണ്ട കാര്യമുണ്ട്. ഇതെന്താ പിക്നിക്കോ? ചെല്ലാ സ്റ്റുഡിയോട്ട്. ഞാൻ പോവാ. ചെല്ലടാ സ്റ്റുഡിയോട്ട്. വിമൻസ് കോളേജിൽ പോയി ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തടാ സാധാരണ നിനക്കൊരു കണ്ണുകടി? നീ നിറച്ച് കുറച്ച് കളവനാടാ. ഞാനേ യുവ രക്തമാ. എങ്ങാനൊരു തോക്കന്റെ ഒത്ത് കിട്ടിയോ? എന്തുവാടാ കാലത്തെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നേ? ഭയങ്കര പൊടി. എത്ര തുടച്ചിട്ടും പൊടി പോകുന്നില്ല. എടാ, എന്റെ ഫോട്ടോയിൽ പൊടി പിടിക്കുമ്പോ അത് തുടച്ചു കളയാൻ നിന്നെപ്പോലെ ഒരുത്തിനെ ഇവിടെ ഇല്ലേ? അതാടാ ഈ ഫ്ലാഷിന്റെ ഐശ്വര്യം. ഇടാളിയാ, ലാ കോളേജിന്റെ അന്തസ് കളയുന്ന പണിയൊന്നും കാണിച്ചേക്കരുതേ. ഈ കഞ്ചാവിന്റെ പോയാലും കൂടെ അകത്ത് ചെന്നാ നീ വെറും കാണ്ടാമരത്തെ പോലെ ആയിപ്പോവും. വർഷത്തിൽ 1-2 ദിവസമേ നമുക്ക് വിമൻസ് കോളേജിനകത്ത് തരാൻ ലൈസൻസ് ഉള്ളൂ. അന്നൊക്കെ പോകുന്നത് വിളയായിരുന്നു. അല്ലയാ, സമയം പോകുന്നു, താങ്കളും പോകുന്നു. അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കണ്ടേ? ഒരു മൈൻഡില്ലല്ലോ കിടാങ്ങളെ. അയൽവക്കം ആയതുകൊണ്ടാ ലാ കോളേജിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഒരു ചടങ്ങിനായി ഞങ്ങൾ വന്നിരിക്കുന്നത്.
മുമ്പിൽ വേണ്ട സുമേ. ഞാനെന്താടി നിന്റെ വേലക്കാരനോ എടാവോടാന്ന് വിളിക്കാൻ? ഞാൻ മാറാതെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്താലും നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. അക്രമത്തിനും ഇല്ലേ ഒരാതിര്? ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായി ചുംബിക്കുക, ബലാത്കാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഇല്ലേ മാഡം ഒരു ഉത്തരവാദിത്തം? മാഡം പോലീസിനെ വിളിച്ചേ പറ്റൂ. ഹലോ, യെസ്. ഇത് വിമൻസ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ ആണ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് സത്യമാണേ പറയുന്നത്? ഞങ്ങൾ ഉടനെ എത്താം. പക്ഷെ ആള് മാറിപ്പോകാൻ പാടില്ലല്ലോ. ആളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കുട്ടിയോട് മര്യാദ ഇല്ലാതെ പെരുമാറിയ ആള് എന്ത് വിഷമായിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അത് ഗേറ്റ് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം. അയാളുടെ വേഷം വെള്ള പാന്റും ചുവന്ന ഷർട്ടും. കൃഷ്ണൻകുട്ടി, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല നടി, ഏറ്റവും നല്ല ഗായിക, ഏറ്റവും വലിയ ചട്ടമ്പി. ഇവരൊരുമിച്ചുള്ള ഒരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ. ഞാനിപ്പോ വരാം. അങ്ങോട്ട് ചേർന്ന് അയ്യോ പോലീസ്! ഓടിക്കാം! അയ്യോ പോലീസ്! അയ്യോ പയ്യെ എന്റെ സാധനം! പോലീസ് പിടിച്ചിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തി പാപ്പ. പക്ഷെ ആദ്യം കൃഷ്ണൻകുട്ടിക്ക് ഒരു 3-4 ഇടി കിട്ടി കാണും. ഓ, ഇയാളുടെ ഒരു വല്ലാത്ത ജാതകമാണല്ലോ. ചേട്ടാ, ഈ പോലീസുകാർക്കുള്ള ഒറ്റ കുഴപ്പം ഇതാ, ആമാർ എന്തെങ്കിലും ചെയ്താൽ മർമ്മം നോക്കിയേ ചെയ്യൂ. നല്ല കാലത്തിനാ സൂസി അപ്പൊ ഓടിയെത്തിയത്. ഏത് കഷ്ടകാല സമയത്താണോ എന്തോ ചുവന്ന ഷട്ടാ എനിക്ക് തോന്നിയത്. നീയാ പറഞ്ഞത്? ഞാനങ്ങനെ അറിയുന്നത് മറ്റവൻ ചുവന്ന ഷട്ടാടുന്നതെന്ന്. തേങ്ങ ഉടയായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഇതിനൊക്കെ കാര്യമുണ്ടെന്നുള്ള കാര്യം. ആ പലിശക്കാരനാണെങ്കിലേ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ആക്കല കൃഷ്ണൻകുട്ടിയുടെ അച്ഛനും അമ്മയാ. ചേട്ടാ, ചേട്ടൻ അച്ഛനമ്മ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ പോയി ചായ വാങ്ങിച്ചോണ്ടാ. 30. അച്ഛനെ ഒരു 2 ചായ സ്പെഷ്യൽ ആയിട്ട്. ഞാനിപ്പൊ കയറി കല്യാണം കഴിച്ചാൽ എങ്ങനെ ചെലവെടുക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞേ? എടാ മോനെ, നീ ചെലവിന് കൊടുക്കണ്ട. നിനക്ക് അവര് ചെലവിന് തരുമെന്ന്, അതിനുള്ള കഴിവ് അവർക്കുണ്ടെന്ന്. അതെ, വന്നു കയറിയ മഹാലക്ഷ്മി എന്താ തൂത്തുകളയെന്ന്? ഞാൻ ഒന്നുകൂടെ എന്റെ സമയം നോക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. എന്നാ ചായ കുടിച്ചിട്ടിരുന്നാട്ടെ, അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാവാം. കടിക്കാനൊന്നുമില്ലേ മക്കളെ? എന്താ കടിക്കാൻ? നേരെ ശരിക്കൊന്ന് വെളുത്തോട്ടെ. എന്തോ ചേട്ടാ വിശേഷം? ഓ, നല്ല വിശേഷം. ഞാൻ പെണ്ണ് കെട്ടണം. അതിനിത്ര ദുഃഖം തോന്നുന്നു. ചേട്ടൻ പെണ്ണിനെ കെട്ടുന്നോ അതോ പെണ്ണ് ചേട്ടനെ കെട്ടുന്നോ? എന്ന് വെച്ചാൽ ചിക്കിലി കിട്ടുമെന്ന്. സ്ത്രീധനം ഉണ്ടോന്ന്? അതൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ കയറി കെട്ട്. ചേട്ടാ, നമുക്ക് ഒരെണ്ണം ഒത്തു വരുന്നില്ലല്ലോ. അല്ല, ആര് വന്നാലും ഞാൻ എന്നെ വാങ്ങിക്കും. സംഗതി അവൻ ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി എന്ന് പറഞ്ഞാൽ അതാ മനുഷ്യ ഞാൻ പണ്ട് മുതലേ പറയുന്നത്, അവന്റെ അഷ്ടമത്തിലെ ശനി മാറുമ്പോ എല്ലാം മാറുമെന്ന്. ഒരു 10 മണിയായിട്ട് വരണം. നേരം വെളുക്കുന്ന കുറ്റം പറഞ്ഞ് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് വന്നാലേ ബാക്കിയുള്ളവർക്ക് കുളിക്കുകയും ജപിക്കൊന്നും വേണ്ടായോ? ഒരു നിമിഷം വരണേ. എന്താ? ഒരു കാര്യം പറയാനാ. എന്റെ അച്ഛനും അമ്മയാ, അവരുടെ മുമ്പ് വെച്ചൊന്നും പറയില്ലേ? ആരായാലും എനിക്കെന്താ, 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എനിക്കറിയാം സാർ. അറിയാമല്ലോ. അറിയാം. എന്തറിയാവുന്നു? 71 തുടങ്ങിയാണത്. ഇനി ഇത് ആവർത്തിക്കില്ല. ഈ ജാതകത്തിനുള്ള ഒരു കുഴപ്പം, സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി തത്രപ്പെട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത്. അത് നല്ലതല്ലെന്നാണ് സ്വാമി പറയുന്നത്. നല്ലതായിരുന്നു പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ചവിട്ടിക്കയറാൻ ഒരു ഏണി കിട്ടിയാല് എത്രയും വേഗം ചവിട്ടിക്കയറണം, പിന്നീട് അടുത്ത ഏണി കണ്ടെത്തണം.
അല്ലാതെ പഴയ ഏണിയെ ഓർത്ത് അവസരങ്ങൾ പാഴാക്കരുത്. ഏണിയും ഗീണിയൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ കാര്യം പറയണ്ടേ? ചേട്ടന് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ആ നടക്കുവോ, നടത്തണോ, അതോ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് അറിയേണ്ടത്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇതൊരു ബെസ്റ്റ് ജാതകം.